CPIയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ അവിടെ ഏക MLA മുഹമ്മദ് മുഹ്സിനാണ്. ഇപ്പോഴിതാ VT ബൽറാം പങ്കെടുക്കുന്ന CPIയുടെ ഒരു പരിപാടി മെയ് മാസം 9-ാം തീയതി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ വെച്ച് നടത്തുന്നത് വലിയ രീതിയിലുള്ള വിമത നീക്കത്തിൻ്റെ സ്വരമായി തന്നെ കണക്കാക്കുന്നു. ബിനോയ് വിശ്വത്തിന് കൃത്യമായൊരു മറുപടി കൊടുക്കാനുള്ള KE ഇസ്മായിലിൻ്റെ ചരിത്ര നീക്കമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്നാൽ മുഹമ്മദ് മുഹ്സിൻ എന്ത് രീതിയിലായിരിക്കും തീരുമാനമെടുക്കുക എന്നതനുസരിച്ചായിരിക്കും പാലക്കാട് ജില്ലയിലെ ഭാവി. CPIയെ CPMൻ്റെ തൊഴുത്തിൽ കെട്ടേണ്ട കാര്യമില്ല എന്നുള്ളത് തുറന്നടിക്കുകയാണ് വിമതർ പലരും. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ മുന്നണി സംവിധാനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണ കവചം ഒരുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും CPIക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ മുതിർന്ന നേതാക്കളായ C ദിവാകരനും മുല്ലക്കര രത്നാകരനുമൊക്കെ പൊതുവേദിയിൽ വെച്ച് തുറന്നടിച്ചിട്ടുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്ത പിണറായി വിജയൻ്റെ അല്പത്തരം പൊളിച്ചെഴുതിക്കൊണ്ട് C ദിവാകരൻ പറഞ്ഞ വാക്കുകൾ കേരള സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. CPI ഇപ്പോൾ ജീർണിതാവസ്ഥയിലൂടെ പോവുകയാണെന്നും വളരെ വൈകാതെ തന്നെ അതിൻ്റെ ചരമഗീതം കുറിക്കപ്പെടുമെന്നും C ദിവാകരൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ മന്ത്രിസ്ഥാനം 4 ഉണ്ടെങ്കിലും പല പ്രധാന വകുപ്പുകളും CPIയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. ബിനോയ് വിശ്വം 2006-11 കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്നപ്പോൾ വനം വകുപ്പായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വനം വകുപ്പ് കുറേ അഴിമതിക്കാരുടെ കയ്യിലാണ്. വനം വകുപ്പിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ ഹിഡൻ അജണ്ട എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നിരവധിയായ സാഹചര്യങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും അവർ കാണിക്കുന്ന ഏകാധിപത്യ നടപടിയും മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് നടിക്കുകയാണ്. CPIക്ക് മുന്നണി സംവിധാനത്തിൽ സ്വാഭാവികമായും കിട്ടേണ്ടിയിരുന്ന അവർ കളഞ്ഞു കുളിച്ച വകുപ്പാണത് എന്നുള്ളത് വീണ്ടും CPIയിലെ മുതിർന്ന നേതാക്കൾ തുറന്നടിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഞെരിപിരി കൊള്ളുന്ന അവസ്ഥയാണ്. മാത്രമല്ല VT ബൽറാം ഉദ്ഘാടകനായി 9-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് കൂടി അറിയുമ്പോൾ ബിനോയ് വിശ്വത്തിന് മാത്രമല്ല പൊതുവെയുള്ള CPIയിലെ പല നേതാക്കളും ആകെപ്പാടെ അന്തം വിട്ടിരിക്കുകയാണ്. തൃത്താല മുൻ MLA ആണ് VT ബൽറാം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ വെറും നിസ്സാര വോട്ടുകൾക്കാണ് VT ബൽറാം പരാജിതനായത്, അതും MP രാജേഷിനോട്. എന്നാൽ വളരെ വൈകാതെ തന്നെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും. CPI കൃത്യമായും കോൺഗ്രസിൻ്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോയാൽ, അതല്ലെങ്കിൽ വിമതർ പലരും കോൺഗ്രസുമായി ചേർന്ന് സഹകരിച്ചാൽ CPMന് പല സീറ്റുകളും കൈവളയിൽ നിന്നും നഷ്ടമാകും. ഒറ്റയ്ക്ക് മത്സരിച്ചാലും നേടിയെടുക്കാമെന്നൊരു അഹങ്കാരവും ധാരണയും പിണറായി വിജയനുണ്ട്. അത് കൃത്യമായും അതല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ CPIക്കുണ്ട് എന്നുള്ളത് KE ഇസ്മായിൽ തുറന്നടിക്കുകയാണ്.